ഹലോ, അപ്പോൾ നമ്മളിന്ന് വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത് ഞാൻ യൂട്യൂബ് വീഡിയോസ് ഉണ്ടാക്കാനാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഉണ്ടാക്കാനാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസൊക്കെ ഉണ്ടാക്കാനായിട്ട് ഞാൻ കഴിഞ്ഞ 5 വർഷമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അടിപൊളി പവർഫുൾ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറിനെയാണ്. ഞാനിത് ഫയൽസ് കൺവേർട്ട് ചെയ്യാൻ യൂസ് ചെയ്യാറുണ്ട്, ഫയൽസിൻ്റെ സൈസ് കുറച്ച് അതിനെ കംപ്രസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാറുണ്ട്, സ്ക്രീൻ റെക്കോർഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാറുണ്ട്. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഓഡിയോ ഉണ്ടല്ലോ, ഇതിൽ നോയ്സ് വരുമല്ലോ ഇടയിൽ, അത് റിമൂവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാറുണ്ട്, വാട്ടർമാർക്ക് കളയാൻ, വീഡിയോ എഡിറ്റ് ചെയ്യാൻ, അങ്ങനെ പല സംഭവങ്ങൾക്കും ഈ ഒരൊറ്റ സോഫ്റ്റ്വെയർ ഞാൻ ഇത്രയും കാലമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും മുമ്പൊക്കെ ആണെങ്കിൽ ഇതെല്ലാം ചെയ്യാനായിട്ട് തനിച്ചുള്ള സോഫ്റ്റ്വെയറിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. ബട്ട് നൗ Wondershare Uniconverter 14 made it so easy. Yes, Wondershare Uniconverterന് 13 to 14 പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ആൻഡ് ഒത്തിരി അടിപൊളി ഫീച്ചേഴ്സ് തരുന്ന ഒരു അടിപൊളി സോഫ്റ്റ്വെയർ ആയിട്ട് ഇത് മാറിയിട്ടുണ്ട്. സോ Wondershare Uniconverter 14 എന്നുള്ള പുതിയ അപ്ഡേറ്റിനകത്ത് എന്തൊക്കെ ഓപ്ഷൻസ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യണത്, നമുക്ക് എന്തൊക്കെ യൂസ്ഫുൾ സംഭവങ്ങൾ അതിനകത്ത് ഉണ്ടെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ നോക്കാം. അപ്പം ഇന്നേ വരെ യൂണികൺവേർട്ടർ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാത്തവർക്ക് ഫ്രീ ആണ് സാധനം. താഴെ ഡിസ്ക്രിപ്ഷനിനകത്ത് ലിങ്ക് ഉണ്ട്, ചെന്ന് ഡൗൺലോഡ് ചെയ്യുക. നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് ഉണ്ടാക്കുന്നവരല്ലേ, നമുക്ക് ഇൻസ്റ്റാഗ്രാമിനകത്ത് റീൽസ് ഉണ്ടാക്കുന്നവരല്ലേ, അങ്ങനെ പല സംഭവങ്ങളും വീഡിയോയിൽ കളിക്കുന്ന എല്ലാവർക്കും സിമ്പിളായിട്ട് ഏറ്റവും പവർഫുൾ സംഭവങ്ങൾ തരുന്ന ഒരു അടിപൊളി യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ആണ്. ഒരിക്കലും മിസ് ചെയ്യരുത്. വെൽക്കം ബാക്ക്. അപ്പം എല്ലാവരും Wondershare Uniconverter 14 എന്നുള്ള സംഭവം ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് നോക്കാം. സോ ഗായ്സ്, അപ്പം നമ്മൾ Wondershare Uniconverter 14 പുതിയ അപ്ഡേറ്റിനകത്ത് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തെന്ന് വെച്ചാൽ ഇങ്ങനെ കാണാം. കൺവേർട്ടർ ഉണ്ട്, ഡൗൺലോഡർ ഉണ്ട്, കംപ്രസർ ഉണ്ട്, എഡിറ്റർ, സ്ക്രീൻ റെക്കോർഡർ, അങ്ങനെ പലതും എല്ലാം ഇതിനകത്ത് തന്നെ ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ ടൂൾസിനകത്ത് എല്ലാം ഉണ്ട്. ഇതിനകത്ത് എന്തൊക്കെ ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ ആ ഓപ്ഷൻസ് മൊത്തമായിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഹോമിനകത്ത് നമുക്ക് തുടങ്ങാം. കൺവേർട്ടർ എന്താണെന്ന് വെച്ചാൽ ഒരു ഫയലിൽ നിന്ന് വേറൊരു ഫയലിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ഇവിടുത്തെ ഈ ഓപ്ഷൻ ഉള്ള ആഡ് ഫയൽ. ഇവിടെ എന്ന് വെച്ചാൽ ലോഡ് ഡി വി ഡി നമുക്ക് ഫയൽ ഇടാം, ഇല്ലാന്ന് വെച്ചാൽ നമ്മുടെ പി സിക്കകത്ത് ഫയൽ ഉണ്ടെന്ന് വെച്ചാൽ അതും ഇടാം. അപ്പോൾ ഞാൻ ആഡ് ഫയൽ എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തെന്ന് വെച്ചാൽ നമ്മുടെ പി സിക്കകത്തുള്ള ഫയൽസൊക്കെ ഓപ്പൺ ആയിട്ട് വരും, നമുക്ക് ഇഷ്ടമുള്ള ഫയൽ കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇത്രയും ഫയലുണ്ട്, ഇതിൽ ഇഷ്ടമുള്ള ഫയൽ ഞാൻ മൊത്തമായിട്ട് വേണം കൺവേർട്ട് ചെയ്യാം. മൊത്തമായിട്ട് ഇടുന്നുണ്ട്, വേണമെങ്കിൽ ഒരു ഫയലായിട്ടും കൺവേർട്ട് ചെയ്യാം. ഓക്കെ, സോ മൊത്തം ഫയൽസ് ഇങ്ങനെ വന്ന് കിടക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് വേണമെങ്കിൽ MP4 വേറൊരു ഫോർമാറ്റിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ വേറെ ഏത് നമുക്ക് സോഫ്റ്റ്വെയർ സപ്പോർട്ട് ചെയ്യാത്തൊരു ഫോർമാറ്റാണെന്ന് വെച്ചാൽ അത് MP4 വീഡിയോയിലേക്ക് മാറ്റാം. സിമ്പിളായിട്ട് കൺവേർട്ട് കൊടുത്തെന്ന് വെച്ചാൽ എല്ലാം കൺവേർട്ടും. ഇല്ലാന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ വന്നെന്ന് വെച്ചാൽ മൊത്തത്തിൽ മെർജ് ഓൾ ഫയൽസ് കൊടുത്തെന്ന് വെച്ചാൽ എല്ലാം അവിടെ ഒരു ഫയലാവും, അല്ലെങ്കിൽ സ്റ്റാർട്ട് ഓൾ കൊടുത്തെന്ന് വെച്ചാൽ എല്ലാം അവിടെ ഒറ്റയടിക്ക് കൺവേർട്ടായിട്ട് കിട്ടും. സോ ഇത്രയും സിമ്പിളായിട്ടാണ് കൺവേർഷൻ വർക്ക് ആവുന്നത്. സോ ഇവിടെ കൺവേർട്ട് കഴിഞ്ഞെന്ന് വെച്ചാൽ സക്സസ് ഇവിടെ എഴുതി കാണിക്കും, പൊളിയല്ലേ. സോ അങ്ങനെയാണ് പരിപാടിയുടെ കിടപ്പെന്ന് പറയുന്നത്. ആൻഡ് അതിൻ്റെ ഇപ്പുറത്ത് ഡൗൺലോഡ് ഉണ്ട്. ഡൗൺലോഡ് വീഡിയോസ് ആൻഡ് മ്യൂസിക് ഫ്രം 10,000+ വീഡിയോ സൈറ്റ്സ്. അതായത് വീഡിയോ പ്രൊവൈഡ് ചെയ്യുന്ന ഏത് വെബ്സൈറ്റിനകത്തു നിന്നും നമുക്ക് മ്യൂസിക്കും വീഡിയോസും ഡൗൺലോഡ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം ഏതൊക്കെ വീഡിയോ വെബ്സൈറ്റ് ഉണ്ട് നമ്മുടെ ഇൻ്റർനെറ്റിനകത്ത്, അതിനകത്ത് നിന്നൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ആൻഡ് കംപ്രസർ, ഒരു വീഡിയോ 1 GB ഉണ്ടെന്ന് വെച്ചാൽ അത് നമുക്ക് സിമ്പിളായിട്ട് 500 MB 300 MBയിലേക്ക് മാറ്റാൻ പറ്റും. സോ ഇവിടെ നമുക്ക് തന്നെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം, എത്രത്തോളം മാറ്റാം. ഇപ്പം ഞാൻ ചുമ്മാ ഈ ഒരു വീഡിയോ എടുത്തെന്ന് വെച്ചാൽ ആ വീഡിയോ ആഡായി. ആൻഡ് ഇതിപ്പം എനിക്ക് 1.84 MB ആണ്, അത് വേണമെങ്കിൽ 1.29 MBയിലേക്ക് മാറ്റാൻ പറ്റും. ഇത് ചെറിയ വീഡിയോ ഇത് വേണ്ടാണ്. ഇനി ഞാൻ ഇപ്പോൾ വേറൊരു വീഡിയോ ഒക്കെ കുറച്ച് കാണിച്ചു തരാം. വേറൊരു വീഡിയോ ഇപ്പോൾ 4 MB ഉള്ള വീഡിയോ 2.9 MBയിലേക്ക് മാറ്റാൻ പറ്റും. സോ ഇങ്ങനെ അതിൻ്റെ ക്വാളിറ്റി കുറയാതെ സിമ്പിളായിട്ട് നമുക്ക് കംപ്രസ് ചെയ്തെടുക്കാൻ പറ്റും. കംപ്രസ്ന്ന് കൊടുത്തെന്ന് വെച്ചാൽ സാധനം സിമ്പിളായിട്ട് കംപ്രസ് ചെയ്ത് കിട്ടും. ക്വാളിറ്റി ഒട്ടും ലോസ് ഇല്ലാതെ തന്നെ, കണ്ടാൽ തന്നെ മനസ്സിലാവില്ല. സോ നമ്മുടെ ഫോണിനകത്തോ പി സിക്കകത്തോ മെമ്മറിയേ ഇല്ല, യൂസ് ചെയ്യാൻ ഭയങ്കര കഷ്ടപ്പാടെന്ന് വെച്ചാൽ ഇങ്ങനെ കംപ്രസ് ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് മെമ്മറി ലാഭിക്കാൻ പറ്റും. മെമ്മറി നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പോൾ ഇഷ്ടംപോലെ ഫയൽസ് കയറ്റാനും പറ്റും. സോ ഇതാണ് ഇതിൻ്റെ ടോപ്പ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. താഴെ നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, സ്ക്രീൻ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമ്മൾ ഓൾറെഡി സ്ക്രീൻ റെക്കോർഡ് സാധനം അവിടെ തന്നെ കിടക്കുന്നുണ്ടാവും. ഓക്കെ, ഈ മോഡിലാണ് സ്ക്രീൻ റെക്കോർഡർ. പിന്നെ വെബ് ക്യാം ഉണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഓഡിയോ മാത്രമായിട്ട് വേണമെങ്കിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇപ്പുറത്ത് അപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഗെയിമൊക്കെ ഉണ്ടെന്ന് വെച്ചാണ്ടല്ലോ, ഗെയിമൊക്കെ റൺ ചെയ്തു PUBG അല്ലെങ്കിൽ സാൻ ആൻഡ്രിയാസ്, വേറെ ഏത് ഗെയിം നമ്മൾ PES ആണെങ്കിലും FIFA ആണെങ്കിലും റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ ഗെയിമിൻ്റെ സ്ക്രീൻ പ്ലേ റെക്കോർഡ് ചെയ്യണമെന്ന് വെച്ചാൽ സിമ്പിളായിട്ട് ഇതിലകത്ത് റെക്കോർഡ് ചെയ്യാൻ പറ്റും. പൊടിയല്ലേ. അങ്ങനെ നമുക്ക് അതിൻ്റെ ഹൈലൈറ്റ്സ് നമുക്ക് യൂട്യൂബിനകത്ത് വേറെ എവിടെ വെച്ച് ഷെയർ ചെയ്യാനും പറ്റും. അപ്പോൾ യൂട്യൂബ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിലും യൂട്യൂബിൽ വീഡിയോസ്, ഗെയിമിൻ്റെ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുന്നവർക്ക് കണ്ടിപ്പാக നമ്മൾ കരുതിയിരിക്കേണ്ട ഒരു സോഫ്റ്റ്വെയറാണിത്. ആൻഡ് ഇവിടെ നമുക്ക് ഇത് മൊത്തത്തിൽ നോക്കുന്നതിന് പകരം ടൂൾസിൽ പോയെന്ന് വെച്ചാൽ ഇതിൽ എന്തൊക്കെ ഓപ്ഷൻസ് അവർ ടോട്ടലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന മൊത്തം ലിസ്റ്റാണ് ഇതിനകത്തുള്ളത്. സോ നമ്മൾ നേരത്തെ കൺവേർട്ടർ നോക്കി, ഡൗൺലോഡ് നോക്കി, കംപ്രസർ നോക്കി, എഡിറ്റർ എന്താണെന്ന് അറിയാം. മെർജർ എന്ന് പറഞ്ഞാൽ 2 വീഡിയോസിന് എഡിറ്റ് ചെയ്തിട്ട് ഒറ്റ വീഡിയോ ആക്കാൻ പറ്റും. 2 തനിയുള്ള വീഡിയോസ് നമ്മൾ VN-ലൊക്കെ എഡിറ്റ് ചെയ്യില്ല, അതുപോലെ ഇതിനകത്ത് സിമ്പിളായിട്ട് 2 വീഡിയോ പോസ്റ്റ് അതിനകത്ത് ഡ്രോപ്പ് ചെയ്യുന്നത് വെച്ചാൽ ഒറ്റ വീഡിയോ ആയിട്ട് നമുക്ക് കിട്ടും. സ്ക്രീന് റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇത്. DVD ബേൺ എന്ന് വെച്ചാൽ നമുക്ക് DVD ഉണ്ടെന്ന് വെച്ചാൽ അതിനകത്ത് ഫയൽ ഒക്കെ ആഡ് ചെയ്തിട്ട് ബേൺ ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും.
ഇപ്പോൾ ഉള്ളവർക്ക് DVD എന്താണ് CD എന്താണെന്ന് അറിയാത്ത അവസ്ഥയാണ്. പ്ലെയർ എന്ന് വെച്ചാൽ നമുക്ക് വീഡിയോ പ്ലെയർ ഉണ്ട്, ഓഡിയോ പ്ലെയർ ഉണ്ട്, നമ്മുടെ VLC ഒക്കെ ഉണ്ടല്ലോ, അതേപോലെ എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന അടിപൊളി 4K വീഡിയോസ്, 8K വീഡിയോസ്, HD വീഡിയോസ് എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഫ്രീ ആയിട്ടുള്ള പ്ലെയർ ഉണ്ട്. ആൻഡ് മോർ ടൂൾസിനകത്ത് നമുക്ക് ജിഫ് മേക്ക് ചെയ്യാൻ പറ്റും. പൊളിയല്ലേ? ജിഫ് എന്ന് പറഞ്ഞാൽ അറിയാതെ നമ്മുടെ വാട്സാപ്പിനകത്തും മറ്റേതിനകത്തൊക്കെ കാണുന്ന ഒരു അനിമേറ്റഡ് സംഭവമാണ് ജിഫ്. ഇൻട്രോ ഔട്ട്രോ ഒരു വീഡിയോനകത്ത് കൊടുക്കാൻ പറ്റും. അങ്ങനത്തെ കുറേ ഓപ്ഷൻ. ഫിക്സ് മീഡിയ മെറ്റാഡാറ്റ. ഓക്കെ, മീഡിയക്കകത്തുള്ള മെറ്റാഡാറ്റനെ എഡിറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മീഡിയ ഫയൽസിനുള്ള മെറ്റാഡാറ്റനെ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇമേജ് കൺവേർട്ടർ, JPG നിന്ന് PNGയിലേക്ക്, അല്ലെങ്കിൽ ജിഫ് നിന്ന് JPGയിലേക്ക്, വെബ് PB നിന്ന് അല്ലെങ്കിൽ PNGയിലേക്ക് JPG, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്തിട്ട് സിമ്പിളായിട്ട് അതിൻ്റെ ഏതാണോ ഫോമാറ്റ് അത് മാറ്റാൻ പറ്റും. ആൻഡ് CD കൺവേർട്ടർ, ചിലപ്പോൾ നമ്മുടെ CD-കകത്തുള്ള മ്യൂസിക് സപ്പോർട്ട് ചെയ്തെന്ന് വരില്ല, അതുകൊണ്ട് മ്യൂസിക്കൊക്കെ നമുക്ക് കൺവേർട്ട് ചെയ്തിട്ട് CD-കകത്ത് ആഡ് ചെയ്യാൻ പറ്റും. CD ബേൺ ചെയ്യാൻ പറ്റും. VR കൺവേർട്ടർ, VR ഗ്ലാസ് ഉള്ളവർക്ക് അതിലുള്ള പരിപാടിയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഫയൽസ് നമുക്ക് ഒന്നിന്ന് വേറെയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള പല ഓപ്ഷൻ ഞാൻ പറഞ്ഞെങ്കിൽ നാക്ക് കുഴയ്ക്കാൻ തുടങ്ങി. അത്രത്തോളം ഓപ്ഷൻസാണ് ഒരൊറ്റ സോഫ്റ്റ്വെയറിനകത്ത് കൊടുത്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. വോയിസ് റിമൂവർ, നോയ്സ് റിമൂവറും പൊള്ളി ഓപ്ഷൻസാണ്. അതായത് ഒരു വീഡിയോനകത്തുള്ള വോയിസ് ഉണ്ടെന്ന് വെച്ചാൽ ആ വോയിസ് മാത്രം എടുത്ത് കളയും. കാരണം സംസാരിച്ചുകൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ ആ സംസാരം എന്താണോ അത് മാത്രം എടുത്ത് കളയും. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടത് അവിടെ തന്നെ വയ്ക്കും പൊളിയായിട്ട്. അതുപോലെ തന്നെ നോയ്സ് റിമൂവർ. ഇപ്പം നിങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സൗണ്ട് ഉണ്ടല്ലോ, ഇതിൻ്റെ പുറത്ത് പട്ടി ഉരയ്ക്കുന്നത്, പശു കരയണത്, അല്ലെങ്കിൽ പല സൗണ്ട് ഉണ്ടാവും, കിളികൾ ഉണ്ടാക്കുന്ന സൗണ്ട്, പുറത്ത് മഴ പെയ്യുന്നുണ്ട്, അതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതൊന്നും നിങ്ങൾക്ക് കേൾക്കണില്ലല്ലോ, ഇല്ലല്ലോ. സോ അത് മൊത്തം ഈ സോഫ്റ്റ്വെയറിനകത്ത് തന്നെ റിമൂവ് ചെയ്തിട്ടുള്ളത്. ഒന്നും ചെയ്യേണ്ട, ചുമ്മാ അതിനകത്ത് തന്നെ ഇട്ട് കൊടുത്തെന്ന് വെച്ചാൽ അത് തനിയായിട്ട് റിമൂവ് ചെയ്ത് നമ്മുടെ കയ്യിൽ കിട്ടും. ഇതിവിടെ ഡൗൺലോഡ് ചെയ്ത് കാണിക്കുകയാണ്. ഓക്കെ, ഇത് ഞാൻ സംസാരിക്കുമ്പം ഇത് ഡൗൺലോഡ് ആയിട്ടില്ല, ബട്ട് സംസാരിച്ച ശേഷം ഡൗൺലോഡ് ആയിട്ട് ഞാനത് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആൻഡ് വാട്ടർമാർക്ക് എഡിറ്റർ എന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോനകത്ത് വാട്ടർമാർക്ക് ഉണ്ടെങ്കിൽ അത് കളയാം. ഓക്കെ, വാട്ടർമാർക്കൊക്കെ കളയാൻ പറ്റും. ആൻഡ് വാട്ടർമാർക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാനും പറ്റും. നമ്മുടെ സ്വന്തം വാട്ടർമാർക്ക് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാനും പറ്റും. ആൻഡ് സ്മാർട്ട് ട്രിമ്മർ എന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ അതായിട്ട് തീരുമാനിക്കും. നമ്മളിപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇടയിലൊന്ന് തെറ്റി, ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ സാധാരണ തെറ്റുന്നതാണ്, ഇതുവരെ എന്താ തെറ്റിയെന്ന് അറിയില്ല, എന്തെങ്കിലും ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബ്ലബ്ല പറഞ്ഞ് തെറ്റിപ്പോയി. ഇപ്പോൾ ഈ ഒരു ഗ്യാപ്പ് ഇട്ടില്ലേ, ഈ ഒരു ഗ്യാപ്പ് വന്നില്ലേ, ഈ ഗ്യാപ്പ് തനിയെ അവർ ട്രിം ചെയ്ത് കളയും. എന്നിട്ട് വീഡിയോ മൊത്തം ചേർത്ത് വെച്ചിട്ട് കറക്റ്റ് ആക്കും. സോ നമ്മൾ എവിടെയൊക്കെ ഗ്യാപ്പ് ഇടുണ്ടോ ആ ഗ്യാപ്പ് മൊത്തം കട്ട് ചെയ്ത് മൊത്തം വീഡിയോനെ ട്രിം ചെയ്തിട്ട് ഷോർട്ട് ആൻഡ് സൈസ് ആക്കിയിട്ട് നമുക്ക് തരും. സോ അങ്ങനത്തെ ഒരു സിമ്പിൾ ഓപ്ഷൻ ഒക്കെ ഒരു ക്ലിക്കിൽ. പ്രീമിയർ പ്രോക്കെ ഞാനൊക്കെ ഇരുന്നിട്ട് പ്രീമിയറിൽ ഇരുന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ചേർത്ത് വയ്ക്കും. സോ അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല അതിനകത്ത്, ചുമ്മാ ഒറ്റ കട്ട് പരിപാടി കഴിഞ്ഞു. ആൻഡ് ഓട്ടോക്രോപ്പ് എന്ന് പറയുന്നതും ഏറെക്കുറെ അതുപോലത്തെ ഒരു ഓപ്ഷനാണ്. ആൻഡ് സബ്ടൈറ്റിൽ എഡിറ്റർ, നമ്മുടെ സബ്ടൈറ്റിൽ ഉണ്ടെന്ന് വെച്ചാൽ അത് ആഡ് ചെയ്യാൻ പറ്റും വീഡിയോനകത്ത്. അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലോ വേറെ എന്തെങ്കിലും സബ്ടൈറ്റിൽ ആഡ് ചെയ്യണമെന്ന് വെച്ചാൽ അതും ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് ബാക്ക്ഗ്രൗണ്ട് റിമൂവർ, നമ്മുടെ ഫോട്ടോനകത്ത് ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും സംഭവങ്ങളുണ്ട് റിമൂവ് ചെയ്യണമെന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് മാത്രം റിമൂവ് ചെയ്ത് സബ്ജക്റ്റിന് മാത്രം നമുക്ക് PNG ഫോമാറ്റിൽ വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ആൻഡ് AI പോർട്രേറ്റ്, നമ്മുടെ പോർട്രേറ്റ് AI നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫിൽറ്ററിലൊക്കെ ഉള്ള പോലെ വീഡിയോ സ്റ്റെബിലൈസ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. സോ വീഡിയോ സ്റ്റെബിലൈസേഷൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ ചെയ്യാമെന്ന്. യു ക്യാൻ സ്റ്റെബിലൈസ് യുവർ വീഡിയോസ് ആസ് വെൽ. സോ ഇത്രയും മനോഹരമായിട്ട് ഇത്രയും ഓപ്ഷൻസ് തരുന്ന ഒരു സംഭവമാണ് Wondershare Uniconverter എന്നുള്ളത്. എന്തായാലും ഡൗൺലോഡ് ചെയ്യുക, നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. കൂടിപ്പോയി ഒരാഴ്ച ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമില്ലെങ്കിൽ അപ്പോൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞോ. ട്രൈ ചെയ്യാൻ നമുക്കിത് ഫ്രീ സോഫ്റ്റ്വെയർ ആണ്, നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്ത് ട്രൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അത്രയും ഞാൻ കോൺഫിഡൻറ്റോടെ കൂടെ പറയണത്. ഇത്രയും ഓപ്ഷൻസ് തരുന്നൊരു സോഫ്റ്റ്വെയർ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. സോ ഗോ ആൻഡ് ഡൗൺലോഡ് ഇറ്റ് ഗൈസ്. സോ നമ്മുടെ ഫോണിനകത്ത് സ്റ്റോറേജേ ഇല്ലയെന്ന് വെച്ചാൽ പോലും ഇതിനകത്ത് ഫയൽസ് കംപ്രസ് ചെയ്തിട്ട് സൈസ് ഭയങ്കരമായിട്ട് കുറച്ചിട്ട് നമ്മുടെ ഫോണിനകത്ത് കയറ്റി വയ്ക്കാൻ പറ്റും, അതും ഒട്ടും ക്വാളിറ്റി ലോസ് ഇല്ലാതെ. പൊളിയല്ലേ? അപ്പം ഡൗൺലോഡ് ഇറ്റ്, ദ ലിങ്ക് ഈസ് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. അപ്പം ഇതുപോലെയുള്ള വേറെ അടിപൊളി ബാങ്കർ ആൻഡ് ബ്യൂട്ടിഫുൾ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം, വൈകാതെ തന്നെ. ഓക്കെ, അപ്പം സീ യു ഗൈസ്, ടേക്ക് കെയർ, ലോട്ട്സ് ഓഫ് ലവ്, ബൈ, കീപ് ക്രിയേറ്റിംഗ് ആൻഡ് യു നോ ദ റെസ്റ്റ്, ബി ക്രിയേറ്റീവ്.